രാവിലെ ഇതിന് പ്രത്യേക ശമ്പളം ഉണ്ടോ? അല്ല, രാവിലെ ഇതിന് പ്രത്യേക ശമ്പളം ഉണ്ടോ? അത് ഞാൻ വേറെ പത്രസമ്മേളനം നടത്തി പറഞ്ഞോളാം കേട്ടോ. രാവിലെ എന്തൊരു കുത്തിത്തിരിപ്പാ ചങ്ങാതി. രാവിലെ എങ്ങനെ ഇത് കഴിയുന്നത്? എന്നെ മനസ്സിലായെന്ന് തോന്നുന്നു. ഒരു പെൺകുട്ടിയുടെ ശബ്ദ അല്ല, ഈ നിങ്ങളുടെ പുതിയ രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഫോക്കസ് ചെയ്യില്ല, ഇങ്ങോട്ട് ഫോക്കസ് ചെയ്യില്ല. അഞ്ജനയുടെ കേസ് എന്തായി? അല്ല, രാവിലെ റിപ്പോർട്ടർ ഒന്ന് മാറിയുന്നേ. അല്ല, നിങ്ങൾ മാറിക്കൂ, ഞാൻ ബാക്കിയുള്ളവരോട് സംസാരിക്കട്ടെ. നിങ്ങൾക്ക് അതിനെപ്പറ്റി കേൾക്കാൻ താല്പര്യമല്ലോ. അതുപോലെയല്ല, പഴയ പോലെയല്ല, അതൊക്കെ മാറി. ക്ലീൻ. രാവിലെ ഒരു കാര്യമില്ലാതെ ഒരടിസ്ഥാനവും ഇല്ലാത്ത കുത്തിത്തിരിപ്പിന് മാത്രമായിട്ട് റിപ്പോർട്ടറിന് പ്രത്യേക ശമ്പളം ഉണ്ട്. അല്ല, നിങ്ങൾ ആദ്യം ചോദിച്ച വിഷയം എന്താ? ചങ്ങാതി? അദ്ദേഹം എത്താത്തതിന്റെ കാരണം നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. വിഷയം എന്താ ചങ്ങാതി? അദ്ദേഹം എത്താത്തതിന്റെ കാരണം നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. KPCCയുടെ യോഗം തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. അത് നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. രാവിലെ എന്റെ ചങ്ങാതി അല്ല, ഞാൻ അറിഞ്ഞില്ല. സ്വാഭാവികം അല്ല എന്റെ ചങ്ങാതി നിങ്ങളുടെ കുത്തിത്തിരിപ്പൊന്നും നാട്ടിലെ ജനങ്ങൾ ബൈ ചെയ്യുന്നില്ല. അത് വിടാ. കർത്താവേ, ദുഷ്ടാരൂപികളുടെ ശക്തിയിൽ നിന്നും ഇവനെ രക്ഷിച്ചു കൊള്ളണമേ. കർത്താവിന്റെ ദാസനായ ഈ പുത്രന് ബുദ്ധിയും ശക്തിയും മനോധൈര്യവും നീ നൽകണമേ. ആശാവർക്കർമാരുടെ സമരത്തെ പറ്റിയിട്ട്, അതായത് ആശാവർക്കർമാരുടെ സമരത്തെ പറ്റിയിട്ട് എനിക്ക് പ്രത്യേകമായി വൈകാരികതയുള്ള ഒരു വിഷയമാണ്. ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അടിയന്തര പ്രമേയം ഞാൻ അവതരിപ്പിച്ചത് ആശാവർക്കർമാർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ തന്നെ ആലോചിക്കണം, ഈ തുച്ഛമായ പൈസയ്ക്ക് ഏതാണ്ട് 232 രൂപയ്ക്ക് പ്രതിദിന ജീവിതം നയിക്കേണ്ടുന്ന മനുഷ്യന്മാർ 1 കിലോ വെളിച്ചെണ്ണയുടെ വില പോലും ഒരു ദിവസത്തെ അവരുടെ വേതനമായിട്ടില്ല. ആ വേതനമായിട്ടില്ലാത്ത ആളുകൾക്ക് അവരുടെ ന്യായത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന സമരമാണ്. ആ സമരം അന്ന് സമരത്തെ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ പറഞ്ഞത് 1000 രൂപ പോലും കൂട്ടാൻ കഴിയില്ല, കാരണം ഇതെല്ലാം കേന്ദ്രാവിഷ്കൃതമായ പദ്ധതിയാണ്, കേന്ദ്രമാണ് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അന്തസ്സുണ്ട്, കുഴപ്പമില്ല, ശരിയാവും. നാട്ടിൽ നടക്കുന്ന ഒരു സമരത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയും ഔന്നത്യത്തെ പറ്റിയും നല്ല ബോധ്യമുള്ള ആളിന്റെ പേരാണ് VD സതീശൻ എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ അങ്ങനെ കുറച്ച് കാണാൻ നോക്കട്ടെ. അല്ല, രാവിലെ റിപ്പോർട്ടർ ഒന്ന് മാറിയുന്നേ. അല്ല, നിങ്ങൾ മാറിക്കൂ, ഞാൻ ബാക്കിയുള്ളവരോട് സംസാരിക്കട്ടെ. നിങ്ങൾക്ക് അതിനെപ്പറ്റി കേൾക്കാൻ താല്പര്യമല്ലോ. അതൊന്നും സാരമില്ല, ഇവന് ഇതൊക്കെ പറയുവാ. മതി, ഇനി മൊത്തത്തിലൊന്ന് വാറ്റി പുഴുങ്ങി എടുത്താ മതി. ഇവനെ കൊണ്ട് വേറെ ജോലിയുള്ളതാ. പൊന്നുമക്കളെ